بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഏറ്റവും ബഹുമാനമുള്ള സീഫൈലി ഉസ്താദോട് മറ്റുലമാക്കൾ SSFന്റെ കർമ്മധീരരായ പ്രവർത്തകർ സഹോദരങ്ങളെ സുഹൃത്തുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ് അവൻ കബൂൽ ചെയ്യുന്ന സദസ്സായി സ്വീകരിക്കട്ടെ. ആ മുഖങ്ങൾ കൂടാതെ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് പലയിടത്തും നമ്മൾ കേൾക്കുന്ന ശബ്ദമാണ് ജിഹാദ്. ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് ജിഹാദ് ചെയ്ത് രാജ്യങ്ങൾ പിടിക്കാനല്ല, ആ പ്രയാസങ്ങളെ തടുക്കാൻ ഒരു പ്രതിരോധം എന്ന നിലക്ക് നമുക്ക് ആവശ്യമാണ് ജിഹാദ്. അതിൽ നിന്ന് ജിഹാദ് പ്രാപ്തരായ യുവാക്കളെ മാറ്റി നിർത്തുകയാണ് ഉലമാക്കൾ ചെയ്യുന്നത്. ഇത് വലിയ അബദ്ധമാണ് മുസ്ലിയാക്കന്മാരെടുത്തു നിന്ന് വരുന്നത് എന്ന് വരെ പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്, ലൈവായി കേട്ടു. എന്നാൽ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ ജിഹാദിന്റെ ബാബ് തന്നെ കാണാം. ഫത്വൽ മുഈൻ തൊട്ട് മേലോട്ട് പോയാൽ കിതാബുൽ ഉമ്മു സാഫി ഇമാമിന്റെ അൽ ഉമ്മു വരെ ഇത് കാണാം. ഹദീസിന്റെ കിതാബുകളെയും കാണാം. ഇതെല്ലാം മൂടി വെച്ച് ജനങ്ങളെ ജിഹാദിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു എന്ന് പറയുന്ന ചിലർക്കുണ്ട്. അവർക്ക് എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കാതെയാണ് ആ പറയുന്നതെന്ന് നമുക്ക് തിരിയും. പ്രതിരോധം എന്ന പേര് വെച്ചാലും ഇല്ലെങ്കിലും നമുക്ക് അവിടെ കുറെ കാര്യങ്ങൾ വിലയിരുത്താനും അതനുസരിച്ച് നമ്മുടെ മതം എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണ്ടേ. ഞാനിപ്പോ വിശ്വ ഹിന്ദു പരിഷത്ത് ഇറക്കിയ ഒരു ലഘുലേഖ വായിച്ചു. അപ്പൊ അതിൽ പറയുന്നു, മുസ്ലിങ്ങളുടെ ഖുർആനിലെ 24 സൂക്തങ്ങൾ ജിഹാദിലേക്ക് ജനങ്ങളെ വിളിക്കുന്നു. ആ സൂക്തങ്ങളിൽ ഈ ഖുർആനിലുള്ള കാലത്തോളം
ഇവിടെ സമാധാനം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആ സൂക്തങ്ങളെങ്കിലും ഒന്നുകിൽ ഖുർആൻ തന്നെ കണ്ടുകെട്ടണം, ചുരുങ്ങിയത് ഈ സൂക്തങ്ങളെങ്കിലും ഖുർആൻ മാറ്റി നിർത്തണം. ഈ പറയുന്നവർക്ക് വളം കൂടിയാണ് ഈ വാദഗതിക്കാരുടെ വാദങ്ങൾ. യഥാർത്ഥത്തിൽ ലോകരാഷ്ട്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാമികമായ നമ്മുടെ ഈ പ്രവർത്തനം പോലത്തെ പ്രവർത്തനം നടത്തുന്ന ഒരൊറ്റ രാജ്യവുമില്ല. ഞാൻ പോയ രാജ്യങ്ങൾ, സംബന്ധിച്ച രാജ്യങ്ങൾ, അതിലുപരി ഉസ്താദ് ഉസ്താദ് സന്ദർശിച്ചു. ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് ഖലീൽ തങ്ങൾ അവിടെ സന്ദർശിച്ചു. അവരൊക്കെ പറയുന്നു, അൽഹംദുലില്ലാഹ്, നമ്മുടെ ദീനിയായ പ്രവർത്തനം ഇന്ന് നമ്മൾ നടത്തുന്നത് പോലെ നടത്താൻ സൗകര്യമുള്ള ഒരൊറ്റ രാജ്യമില്ല. ഇതല്ലേ ശരി? നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ എവിടെയാണ് നടക്കുക? നമ്മൾ പരിചയമുള്ള നമ്മുടെ ഗൾഫ് നാടുകൾ, ായാലും ഖത്തറായാലും കുവൈത്തായാലും ബഹ്റൈൻ ആയാലും സൗദി അറേബ്യ ആയാലും, ഇനി കിഴക്കൻ രാജ്യങ്ങളിലേക്ക് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മലേഷ്യ, സിംഗപ്പൂർ, അവിടങ്ങളിൽ ഒരിടത്തും നമ്മളെ പോലെ പ്രവർത്തനത്തിന് പറ്റിയ ഒരു രാജ്യം ഇല്ല. അതല്ലേ ശരി? ഇവിടെ ഉലമാക്കളുടെ സംഘടന, അവർ ഉലമാക്കൾ വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു. സമസ്ത കേരള ജമീയത്തുലമയുടെ ജനറൽ ബോഡികൾ നടന്നല്ലോ. എത്ര ആലിമീങ്ങൾ കേരളത്തിൽ ഉലമാക്കളെല്ലാം കൂടി സംഘടിച്ച ഉലമാ സമ്മേളനം തുടങ്ങി. നമ്മുടെ രാജ്യത്ത് എവിടെയും കേന്ദ്ര മുസാഫറുടെ തട്ടിൽ താഴെ ജില്ലാ മുസാഫറുകൾ, അതിന്റെ താഴെ മേഖലകൾ, അതൊക്കെ പരിപാടി നടത്തിക്കൊണ്ടേ. ഇങ്ങനെ കൂടാൻ ഇസ്ലാമിക രാജ്യമെന്ന് പറയുന്ന സൗദി അറേബ്യയിൽ പറ്റും, ഖത്തറിൽ പറ്റും, യുഎഇയിൽ പറ്റും, കുവൈത്തിൽ പറ്റും, ബഹ്റൈനിൽ പറ്റും, ഇവിടെ ഒന്നും പറ്റില്ല. എത്ര വരെ ഒരു വെള്ളിയാഴ്ച ഒരു കുട്ടിക്ക് വഴു പറയാൻ നമ്മളെ നാട്ടിൽ എവിടെ ഒരു പ്രശ്നമില്ല. ഏത് പള്ളിയിലും വഴു പറയാം. മൈക്ക് ഉപയോഗിക്കാൻ പെർമിറ്റ് വേണമെന്ന് പറയുന്നത് പള്ളിയിലെ മൈക്ക് പറഞ്ഞല്ല, അല്ലേ? നമ്മൾ ജുമാഅ പള്ളി വെള്ളിയാഴ്ചകളിലൊക്കെ വഴങ്ങണം. ആ വഴവ് ആരും വേണ്ട. നമ്മൾ പോയി വേറെ ഒരു സ്ഥലത്ത് മൈക്കില്ലാതെ തന്നെ പറയാൻ പറ്റില്ല. എന്നിട്ടല്ലേ ഞാൻ ഓർക്കുന്ന ഒരു ഏകദേശം 10 വർഷം മുമ്പ് യുഎഇയിൽ ചെന്നപ്പോ അങ്ങനെ പ്രസംഗിക്കാൻ പറ്റില്ലപ്പോ ചിട്ടി കിട്ടിയവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അവിടുത്തെ നമ്മുടെ പേച്ചയുള്ള ചില ആളുകളൊക്കെ കൂട്ടി ഔക്കാഫിന്റെ ഓഫീസിൽ പോയി ലെറ്റർ കൊടുത്തു.
നമുക്ക് പ്രസംഗിക്കാൻ ഒരു പള്ളി അനുവദിക്കാനാണ്. ഏതെന്ന് പള്ളി? മസ്ജിദ് ജമാൽ ഫാത്തിമ എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി. നമ്മൾ വേറെന്തോ പേര്, ആ പള്ളിയാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഈ അപേക്ഷ കൊടുത്തു, അവർ വായിച്ചു ചെയ്തു. എന്നാ നിങ്ങൾ വിളിക്കും, അപ്പൊ അതനുസരിച്ച് വന്നാ മതി. ഞാൻ പോന്നു. ബഹുമാനപ്പെട്ട സുൽത്താൻ ഉസ്താദ് ബക്കർ, അല്ലാഹു ഇനിയും നമുക്ക് കാണാനും അവിടുത്തെ ചെറിയ നസീഹത്തുകൾ കിട്ടി നമുക്ക് ആത്മീയമായി ആസ്വദിക്കാനുമൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദീർഘകാലം ജീവിച്ച മഹാന്മാർ പഴയ കാലത്തുണ്ടായിരുന്നു. ഷാഫി മദ്ഹബിൽ തന്നെ മഹാനായ അബൂ സുലൈം റളിയല്ലാഹു അൻഹു 160-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ഒരു മുടി നിരക്കുകയോ ഒരു പല്ലെങ്കിലും പോവുകയോ ചെയ്തിട്ടില്ല. അപ്പൊ പലരും അവരോട് ചോദിച്ചിരുന്നു, 160 വയസ്സായിട്ടും നരച്ചില്ല, പല്ലൊന്നും പോയില്ല, എന്താ ഇതിന് കാരണം? അപ്പൊ അവിടുന്ന് പറഞ്ഞത് ഒരൊറ്റ വാക്കാണ്, എൻ്റെ യൗവനത്തിൽ ഞാൻ എൻ്റെ റബ്ബനെ കാത്തു, അപ്പൊ എൻ്റെ വാർദ്ധക്യത്തിൽ എൻ്റെ റബ്ബ് എന്നെയും കാത്തു. റബ്ബിന്റെ കാവലിൽ ആയതുകൊണ്ടാണ് എനിക്ക് യാതൊന്നും സംഭവിക്കാതെ ഇത്രയും വയസ്സ് ഞാൻ ജീവിച്ചത് എന്നതുപോലെ ഉസ്താദിന് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ലോകത്തുള്ള എല്ലാവരും ദുആ ചെയ്യണം, നമ്മളും ദുആ ചെയ്യുക. അന്യനാട്ടിൽ ചെന്നാൽ അവിടുന്നുള്ള ആളുകളും നമ്മുടെ കേരളത്തിൽ നിന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഉസ്താദിനെയാണ്. ഉസ്താദിന്റെ സെഹത്തും സംഗതിയൊക്കെ ചോദിക്കും. അപ്പൊ അവരും ദുആ ചെയ്യണം. എല്ലാവരുടെയും ദുആ അല്ലാഹു കേൾക്കുന്നുണ്ട്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ എന്നെ ഒരു പരീക്ഷയ്ക്ക് വിളിച്ചു. ഞാൻ പരീക്ഷയിൽ പങ്കെടുത്തു. നീണ്ട സംഭവമാണെന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ പരീക്ഷ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവർ ചിട്ടി തന്നത്, ലാ മാനിഅ ലദീന മിൻ അൻ യുൽഖിയ അശ്ശൈഖ് അബ്ദുൽ ഖാദിർ ഇബ്നു മുഹമ്മദ് അൽ മുഹാദറത ദീനിയ്യത ഫി മസ്ജിദ് ജമാൽ ഫാത്തിമ ഫി താരീഖി ഗദാ. ഇന്ന ഡേറ്റിന് ജമാൽ ഫാത്തിമ പള്ളിയിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ദീനിയായ മുഹാദറ നടത്തുന്നതിന് നമുക്ക് തടസ്സമല്ല. പക്ഷേ ബിശർത്തി അല്ലാ യതഅറദ ലിൽ ഖിലാഫിയാത്ത്, തർക്കവിഷയങ്ങളൊന്നും പറയാൻ പാടില്ല. വലാ ലിസിയാസിയാത്ത്, ഭരണപരമായ കാര്യങ്ങളും പറയാൻ പാടില്ല. വലാ ജംഇൻ ലിൽ തബറുആത്ത്, പിരിവ് നിൽക്കാനും പാടില്ല. ഈ നിബന്ധനയോടുകൂടി സംസാരിക്കാൻ നമുക്കൊരു സമ്മതം. ഈ സമ്മതം കിട്ടാൻ എത്ര പാടുപെടേണ്ടി വന്നു. ഒരൊറ്റ പള്ളിയിൽ, നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും പള്ളിയിൽ നമുക്ക് പ്രസംഗിക്കാൻ കാലേക്കുട്ടി അനുമതി ആവശ്യമുണ്ടാവും. ചിലപ്പം മുക്കറിനോട് ചോദിക്കേണ്ടി വരും. അപ്പൊ അയാള് പറയും, ആ ഈ ആഴ്ചയിൽ വേറെ ആൾ വരാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അടുത്ത ആഴ്ച വന്നേ. ഇങ്ങനെ വല്ലാതെ നമുക്ക് ഇവിടെ വഴന്ന് പറയാൻ ഒരു പ്രശ്നവുമില്ല. പുറത്ത് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ മൈക്ക പെർമിറ്റ് വേണം, ഇത്രയുള്ളൂ. അപ്പൊ ഈ ഒരു സുഖം ഇന്ന് മഹാനായ സുൽത്താനുൽ ഉലമയുടെ പ്രവർത്തനം കാരണം നമ്മുടെ പ്രവർത്തനം അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് നാം പൊങ്ങച്ചത്തിന് പറയുകയില്ല, എവിടെയോ എത്തി. ഇതൊക്കെ വേറെ രാജ്യത്ത് നടക്കുമോ?
നോളജ് സിറ്റി നമ്മൾ നടത്തുന്നു, മർക്കോസ് സഖാഫത്ത് സുനിയ നടത്തുന്നു. അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ വലിയ തോതിൽ നടക്കുന്നു, അതിന്റെ സമ്മേളനങ്ങൾ നടക്കുന്നു, എല്ലാം നമ്മുടെ ദേശം പോലെ നടക്കുന്നു. അപ്പൊ ഇതൊക്കെ നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. മാത്രമല്ല, ഈ ഇന്ത്യ രാജ്യത്ത് പഴയ കാലത്ത് മുസ്ലിം നേതൃത്വത്തിൽ ഇന്ത്യ ഭരിക്കപ്പെട്ടിട്ടുണ്ട്. മുഗളന്മാർ ഭരിച്ച കാലം ഒരു 800 കൊല്ലം അവർ ഭരിച്ചിട്ടുണ്ട് വടക്കേ ഇന്ത്യയിലാണ്. എന്നാൽ കേരളം, തമിഴ്നാട്, കർണാടക പോലത്തെ രാജ്യങ്ങളൊക്കെ അതിനുശേഷം ടിപ്പു സുൽത്താന്റെ ഭരണത്തിൽ കീഴും വന്നു. ഹൈദരാബാദ് രാജ്യങ്ങൾ അന്നത്തെ രാജാവായിരുന്ന നവാബുദ്ദീൻ ചക്രവർത്തി അയാളെ കീഴിൽ വന്നിരുന്നു. ഇസ്ലാമിന്റെ നിയമപ്രകാരം തുഫയിൽ ജിഹാദിന്റെ ബാബിൽ ഇത് കാണും. ഒരു മുസ്ലിമായ ആളുടെ അധികാരത്തിന് കീഴിൽ ഒരു രാജ്യം വന്നാൽ ആ രാജ്യം ഇസ്ലാമികമായ കാഴ്ചപ്പാട് ദാറുൽ ഇസ്ലാം ആണ്. അതുകൊണ്ട് ഇസ്ലാമിക ഭരണം നടന്നൊന്നുമില്ല. ഈ കാലങ്ങളിലൊക്കെ മുസ്ലിം ഭരണാധികാരി ഭരിച്ചു എന്ന് മാറ്റിച്ചാൽ ഇസ്ലാമിക ഭരണം നടക്കാമെന്നില്ല. എന്നാലും ദാറുൽ ഇസ്ലാം ആകും. ആ ദാറുൽ ഇസ്ലാം പിന്നെ ദാറുൽ കുഫ്റായി മാറൂലേ? ഷാഫി മദ്ഹബ് പ്രകാരം ഒരു കാലത്ത് ദാറുൽ ഇസ്ലാം ആയത് പിന്നെ ദാറുൽ കുഫ്റായി മാറില്ല ഹത്തൽ ഖിയാമ. ഇതാണ് ഷാഫി മദ്ഹബ്. അബൂ ഹനീഫന്റെ മദ്ഹബ് പ്രകാരം, ഹനഫി മദ്ഹബ് പ്രകാരം ഇസ്ലാമിന്റെ ചിഹ്നങ്ങളൊക്കെ രാജ്യത്ത് നിന്ന് പോയി കുഫറിന്റെ എല്ലാ ചിഹ്നങ്ങളും അവിടെ നടക്കുകയും ചെയ്താൽ അപ്പൊ ദാറുൽ ഇസ്ലാം ദാറുൽ കുഫ്റായി മാറും. എന്നാ ഇന്ത്യ രാജ്യത്ത് നോക്കുമ്പോൾ അങ്ങനത്തെ കാലഘട്ടം ഇവിടെ വന്നിട്ടേ ഇല്ല. ജുമാ പാടില്ല, അങ്ങനെ വിരോധം വന്നിട്ടുണ്ടോ? ജമാഅത്ത് പാടില്ല, പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാൻ അനുവദിക്കൂല, റമദാനിൽ തറാവീഹ് നിർമ്മിച്ചുവിടാൻ പറ്റൂല, തുടങ്ങിയുള്ള സംഗതികളൊന്നും നമ്മുടെ രാജ്യത്ത് നടന്നിട്ടില്ല. അന്നും ഇന്നും നമ്മുടെ എല്ലാ ശിആറുകളും നടക്കുകയാണ്. എവിടെ ഇതിനുള്ളത്? നിങ്ങൾ പോയി നോക്കി. ഉസ്ബെക്കിസ്ഥാൻ, അത് പഴയ കാലത്ത് ദാറുൽ ഇസ്ലാം ആണ്, യാതൊരു തർക്കമില്ല. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്തുമായി സമീപകാലത്തുമായി ആ രാജ്യങ്ങളൊക്കെ ഇസ്ലാമിന്റെ ഫത്ഹിൽ വന്ന രാജ്യങ്ങളാണ്. പക്ഷേ 1916 മുതൽ സോവിയറ്റ് യൂണിയൻ എന്നാലൊക്കെ 10-11 രാജ്യങ്ങൾ സംഘടിപ്പിച്ചവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ വിശ്വാസമനുസരിച്ച് ഭരണങ്ങളാക്കി മാറ്റി. അങ്ങനെ വന്നപ്പോൾ 98% മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന ഉസ്ബെക്കിസ്ഥാനിൽ നിസ്കാരമില്ല, ജമാഅത്തില്ല, ജുമയില്ല, എല്ലാം നിരോധിക്കപ്പെട്ടു. സ്വകാര്യമായി വീട്ടിൽ വരെ നിസ്കരിക്കുന്നവരെ തടയപ്പെട്ടു. അവിടൊക്കെ പോയി ഒക്കെ കണ്ടുവന്നാൽ നമുക്ക് മനസ്സിലാവും. ഇമാം ബുഖാരി നിങ്ങളുടെ രാജ്യം അവിടെയാണ്, ബുഖാരി ഇമാമിന്റെ മഖ്ബറ അവിടെയാണ്. ഇമാം ബുഖാരിയുടെ മദർസ ഇന്നും അവിടെ പഴയ കെട്ടിടം നിലക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇവർ ഭരിച്ചപ്പോഴും പള്ളികളൊന്നും പൊളിക്കപ്പെട്ടിട്ടില്ല. എല്ലാ പള്ളികളും നിലക്കുന്നുണ്ട്, പക്ഷേ പള്ളി നിൽക്കാറില്ല. ദീനീയായ സംഗതികളൊന്നുമില്ല. ഇമാം ബുഖാരി തങ്ങളുടെ ഖബറിനോട് ചേർന്നുള്ള ഒരു വമ്പിച്ച പള്ളി വെറുതെ കിടക്കും, പക്ഷെ പള്ളി ഒന്നും ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ കൂട്ടർ ഭരിച്ചപ്പോഴും നിസ്കാരമില്ല.
അതുപോലത്തെ സംഗതികളൊന്നുമില്ല, ദീനിയായ ഒന്നും ഇല്ല. പക്ഷെ പൊളിച്ചിട്ടില്ല, അതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചേർത്ത് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എത്ര സുഖമാണ്. നമ്മുടെ ഈ പ്രവർത്തനം മഹാനായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയ പ്രവർത്തനം ചെറുതല്ല. എല്ലാ ആക്ഷേപക്കാർക്കും നമ്മൾ തൊള്ളുകൊണ്ട് മറുപടി പറയേണ്ടതില്ല. മറുപടി നഗ്നമായ നേത്രങ്ങളെ കൊണ്ട് കാണാം. ഉസ്താദിനെ വിമർശിച്ചവർക്കൊക്കെയുള്ള മറുപടി ഇന്ന് നഗ്നമായി നമുക്ക് നോക്കിക്കാണാം. അങ്ങനത്തെ രീതിയിൽ പ്രവർത്തനത്തിന് കഴിഞ്ഞത് നമ്മുടെ ഈ രാജ്യത്താണ്. അപ്പൊ ഈ പ്രവർത്തനം കൂടി ഇല്ലായ്മ ചെയ്യാനാണ് ഈ ജിഹാദ്വാദികൾ ശ്രമിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ നിങ്ങൾ നോക്ക്, അങ്ങനത്തെ എത്ര ആളുകളെ പിടിച്ചുപോയി. അവരെവിടെ? അവരെ ഹാലെന്ത്? അവർക്ക് മോചിക്കാനുള്ള വഴിയെന്ത്? വല്ല വഴിയും നമുക്കുണ്ടോ? എന്നാ നമ്മളിൽപ്പെട്ട ഒരാൾക്കെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം വന്നോ? ഇല്ല. കാരണം ഉസ്താദ് ഇപ്പോഴും പറഞ്ഞതല്ലേ, തീവ്രവാദം ഭീകരവാദം അതോ നമ്മളുടേത് പ്രവർത്തനമല്ല, നമ്മുടെ വഴിയുമല്ല. പ്രതിരോധിക്കാൻ ഇന്ത്യന്റെ ഭരണഘടന തന്നെ ലോകത്ത് അതിന് തുല്യതയില്ലാത്ത ഒരു ഭരണഘടനയാണ്. എല്ലാ രാജ്യങ്ങളും പ്രശംസിച്ചു. അപ്പൊ മുസ്ലിങ്ങളായ നമുക്കിവിടെ വല്ല ഭീഷണിയും ഉണ്ടായാൽ നേരിടാനുള്ള മാർഗം നമ്മുടെ ഭരണഘടന തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രതിരോധ പ്രവർത്തനം നടത്താം. എന്നല്ലാതെ വാളും കത്തിയും എടുത്ത് അല്ലെങ്കിൽ തോക്കും കൊന്നുകൊടുത്ത് ഇറങ്ങേണ്ടതല്ല. കുറെ അമുസ്ലിങ്ങളെ കൊന്നൊടുക്കുക അത് നമ്മുടെ വിഷയമേ അല്ല. അമുസ്ലിങ്ങളൊക്കെ കൊന്നൊടുക്കണമെന്ന് ആര് പറഞ്ഞ? അപ്പൊ ജിഹാദ് നടക്കുമ്പോൾ അത് സംബന്ധമായി കുറെ ആളുകൾക്ക് മരിച്ചല്ലോ. അവിടെ തന്നെ നമ്മുടെ എല്ലാ ഫിഖ്ഹിന്റെ കിതാബും പറയുന്നത് വലൈസൽ മഖ്സൂദ് മിനൽ ജിഹാദി ഖത്ലുൽ കുഫാർ. ജിഹാദ് കൊണ്ടുള്ള ഉദ്ദേശം അമുസ്ലിങ്ങളെ കൊന്നുകളയുക എന്നതല്ല. പിന്നെന്താ? വലിൽ ഹിദായത്ത്, സന്മാർഗ സിദ്ധി എല്ലാവർക്കും വേണം. അതാണ് നമ്മൾ ഫലവും അമുക്കനത്ത്. അപ്പൊ ആ സന്മാർഗം എന്ന് പറയുന്ന ഹിദായത്ത് സാധ്യമാകുന്ന പക്ഷം ബിഗൈരി ജിഹാദിൻ, രക്തച്ചൊരിക്കൽ ഒന്നും കൂടാതെ തന്നെ നടക്കുമെങ്കിൽ ലക്കാന ഔലാ, അതാണ് ഏറ്റവും നല്ല സംഗതി. കാരണം കുറെ ആളുകളെ വ്രണമാക്കലും കൊന്നൊടുക്കലും ഒന്നും ഇസ്ലാമിന്റെ ഉദ്ദേശമേ അല്ല. അതുകൊണ്ടല്ലേ എത്ര സൂക്ഷിക്കാനാണ്. അങ്ങനെ യുദ്ധം നടക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹി തന്നെ നിർദ്ദേശിച്ചു. വയസ്സന്മാർ, കുട്ടികൾ, പാവപ്പെട്ട സ്ത്രീകൾ, അവരെന്നും അവർക്കെന്തെങ്കിലും സംഭവിച്ചു പോകുന്നത് ശ്രദ്ധിക്കണം. വേണ്ട മറ്റ് ജീവജാലങ്ങൾക്കും കേടുവരാൻ പാടില്ല. അല്ല, കൃഷികൾ പോലത്തെ മുതലുകൾക്കും നഷ്ടം വരാൻ പാടില്ല. ഇന്ന് ഓരോ യുദ്ധങ്ങളിൽ ഓരോ രാജ്യത്ത് നടക്കുന്നത് എങ്ങനെയാണ്? ആ രാജ്യത്തെ ചുട്ട് ചാമ്പലാക്കി. അതല്ല ജിഹാദ്. എന്ത് ജിഹാദായത്? ഇസ്ലാം അങ്ങനെ ജിഹാദിന് പരിചയപ്പെടുത്തിയിട്ടേ ഇല്ല. അഫ്ഗാനിസ്ഥാനിലും അതേപോലെ ഇപ്പൊ ഇറാഖിലും ഒക്കെ നടന്ന അവരുടെ യുദ്ധങ്ങൾ, ഇതുപോലത്തെ യുദ്ധങ്ങൾ നടത്താൻ വേണ്ടി ഇസ്ലാം ഒരിക്കലും അനുമതി തന്നിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വിയർച്ചിപ്പിക്കാതെ പറഞ്ഞ് ഖുർആനിൽ 24 സൂക്തം ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ട്
ഖുർആനെ കണ്ടുകെട്ടണം, എന്നെങ്ങനെ ലോകത്ത് സമാധാനം വരുള്ളൂ. അല്ലെങ്കിൽ 24 സൂക്തങ്ങളെങ്കിലും കണ്ടുകെട്ടണം എന്നാണ്. എന്നാ അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ത്? ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്ന 24 സൂക്തങ്ങളെ മുമ്പ് ഇമാം റാസി പറഞ്ഞു 72 സൂക്തങ്ങൾ. അപ്പൊ 24 48 24 എഴുതുന്നുണ്ട്. 3 ഇരട്ടി ജിഹാദിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടാണ് ഖുർആൻ വന്നത്. വേണ്ട, ഒരു കയ്യാങ്കളിയിലേക്ക് പോകണ്ട എന്നിടത്താണ് ഇസ്ലാം എത്തിയത്. അതുകൊണ്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞാണ്, മക്കത്തുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളുമായി അന്നത്തെ ബഹുദ വിശ്വാസികളുമായി ആയുധം കൊണ്ടുള്ള യുദ്ധം നടന്നു. അതിനെന്താ കാരണം? അവർക്ക് ആർക്കും ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസവും ഇല്ല, അറിവും ഇല്ല. ഉമ്മീങ്ങൾ എന്ന് അവരെ പരിചയപ്പെടാം, എഴുത്തും അറിയില്ല, വായനറിയില്ല. അപ്പൊ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവർ അക്ഷരങ്ങളെ കൊണ്ട് അന്യോന്യം മുആറദ ചെയ്യാൻ അവർക്ക് കഴിയാതെ വന്നപ്പോ, കാരണം വിവരമില്ലാത്തവരല്ലേ, അങ്ങനെ വന്നപ്പോ സാറഉ ഇലൽ മുഖാതലത്തി ബിസ്സുയൂഫ്, അപ്പൊ വാളെടുത്ത് യുദ്ധം ചെയ്തു. ഏതുപോലെ നിങ്ങൾ നോക്കൂ, 2 ഭാഗത്ത് പണ്ഡിതന്മാരാണ്. അവര് വാദപ്രതിവാദം നടത്താൻ നീണ്ട വാദപ്രതിവാദം. എന്റെ ചെറുപ്പത്തിൽ ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ ചേകനൂരുമായി ഒരു വാദപ്രതിവാദം നടത്തി. എവിടെ വെച്ച്? നമ്മുടെ ഇവിടെ കുണ്ടൂട്ടിക്കടുത്ത് അങ്ങോട്ട് പോയിട്ടുള്ള സ്ഥലം. അവിടെ വെച്ച് വാദപ്രതിവാദം രാത്രി 9 മണിക്ക് തുടങ്ങിയ വാദപ്രതിവാദം. ചേകനൂറും നിർത്തിയില്ല, ആസംസിലും നിർത്തിയില്ല. പിറ്റേ ദിവസം ഉച്ചക്ക് 1 മണി വരെ എന്നുള്ളൂ. നിസ്കാരത്തിന്റെ നേരത്ത് സുബഹി 2 റക്അത്ത് നമസ്കരിച്ചു. പിന്നെയും വാദപ്രതിവാദത്തിൽ എത്തി. അപ്പൊ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്, മറുപടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അതേ സ്ഥാനത്ത് പീടികയിൽ വെച്ച് സാധാരണക്കാർ ഈ ഇന്നലെ നടന്ന വിഷയം സംബന്ധിച്ച് ഒരു തർക്കം. 2-3 മിനിറ്റ് കഴിയുമ്പോൾ അടിയായി. പിന്നെ വാക്കുകൊണ്ടുള്ള സമരമല്ല, കയ്യാങ്കളിയാണ്. അപ്പൊ ഈ കൈകൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കൽ വരുന്നത് വിവരക്കേടിൽ നിന്നാണ്. വിവരമുള്ളവർക്ക് വാക്കുകളെ കൊണ്ട് അവരെ നല്ല വഴിക്ക് കൊണ്ടുവരാനും അവരെ തെറ്റായ ആശയങ്ങളെ തടയാനും കഴിയല്ലോ. ഇത് കഴിയാതെ വരുമ്പോഴാണ് തല്ലുപിടിയും വക്കാണവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് ഞാനിപ്പോ വായിച്ചത് ബഹുമാനപ്പെട്ട തഫ്താസാനി നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയ ആളാണ്, വലിയ മഹാനാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. അപ്പൊ നമ്മുടെ ഈ രാജ്യത്ത് ഒരു കയ്യാങ്കളിയും ആവശ്യമില്ല. ഇവിടുത്തെ ഭരണഘടന സുരക്ഷിതമാണ്. ആ ഭരണഘടന അനുസരിച്ച് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം, അതിന് നമുക്ക് എവിടെയൊക്കെ പോകണം അവിടെയൊക്കെ പോകാം. അപ്പൊ ഇന്ത്യന്റെ ഭരണഘടന പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് ചെയ്യല്ലാതെ ഒരിക്കലും പ്രതിരോധം എന്ന് പറഞ്ഞ് ആയുധം കൊണ്ടുള്ള പരിപാടിയിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ ഇസ്ലാം പറഞ്ഞിട്ടുമില്ല. ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ ജിഹാദ് കൊണ്ട് കുറെ അമുസ്ലിങ്ങളെ കൊന്നു. എന്താ ഈ കാര്യം?
യാതൊരു കാര്യമില്ല. എന്നല്ല, കഴിവതും അമുസ്ലിങ്ങളെ ഒന്നും ചെയ്യരുത് ഇമാം സുബുക്കി തങ്ങൾ ഇവിടുത്തെ ഫത്താവയിൽ പറയുന്നു. കാരണം ചിലപ്പോൾ അവരിൽ തന്നെ മനമാറ്റം വന്ന് ഇസ്ലാമിലേക്ക് അവർ ഇങ്ങോട്ട് വന്നേക്കാം. പഴയ കാലത്ത് എൻ്റെ തങ്ങളുടെ കാലത്ത് ഞാൻ കൊല്ലട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട, റസൂൽ കൊല ചെയ്യണ്ടെന്ന് പറഞ്ഞു. അവരൊക്കെ പിൽക്കാലത്ത് പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇന്നും ഇസ്ലാമിനെ എതിർത്തിരുന്ന എത്രയോ ആളുകൾ ഇസ്ലാമിൻ്റെ നല്ല നിലപാട്, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. നേരെ മറിച്ച് ഈ ജാതി പ്രവർത്തനങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിക്കാൻ വഴിയാവും. പുറത്തുള്ള ആളുകൾ ഇസ്ലാമിനെ പഠിച്ചിട്ടില്ല. അതാത് കാലത്തുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ഇസ്ലാമിനെ അവർ വിലയിരുത്തും. അപ്പൊ ഇവര് കച്ചറ ടീമാണ് മുസ്ലിങ്ങൾ എന്നല്ലേ അവർ നമ്മളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രതിരോധം എന്ന് പറഞ്ഞാലും അല്ല ജിഹാദ് എന്ന് പറഞ്ഞാലും അതിനൊന്നും പറ്റിയ രാജ്യമല്ല നമ്മള്. ഇതൊക്കെ നീണ്ട സമയം പറയേണ്ടതാണ്, ഞാനതിലേക്ക് കിടക്കുന്നില്ല. നമ്മുടെ ഈ രാജ്യം തന്നെ ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള ജനങ്ങളുണ്ട്. എല്ലാ മുസ്ലിങ്ങളുമായി മുസ്ലിങ്ങൾ ജിഹാദ് നടത്തുക, അത് സംഭവം ഇല്ല. ഇസ്ലാമിക രാജ്യത്ത് അവിടെ തന്നെ ആ മുസ്ലിങ്ങളോട് കൂടി താമസിക്കുന്ന എത്രയോ അമുസ്ലിങ്ങളുണ്ടാകും. ഈ അമുസ്ലിങ്ങളിൽ പല ഇനക്കാരുണ്ട്. വെമ്മിയായ കാഫിർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെന്താ, അവരധികവും ജൂത നസാറക്കൾ. അവർ ഭരണകൂടത്തിൻ്റെ അരികിൽ വന്ന് നിങ്ങളുടെ രാജ്യത്ത് ഞങ്ങളും താമസിക്കാം, ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങളിവിടെ കുഴപ്പവും കലഹമൊന്നും ഉണ്ടാക്കൂല എന്ന് പറഞ്ഞ് അവരവിടെ താമസിക്കാൻ അനുമതി വാങ്ങാൻ. അപ്പൊ അവർക്ക് അനുമതി കൊടുത്തു. അവർ നമ്മുടെ രാജ്യത്ത് അവർ താമസിക്കണം. എന്നാ പിന്നെ അവിടെ യുദ്ധമില്ല, അവരുമായി യുദ്ധം ചെയ്യാൻ പാടില്ല. വേറെ ഒരു തരം കുഫാറുണ്ട്, അവരങ്ങനെ നമ്മളെ കീഴിൽ ഒതുങ്ങി നിൽക്കുക എന്നല്ല, അവര് നമ്മളോട് വന്ന് സംരക്ഷണം വേണം എന്ന് ആവശ്യപ്പെട്ടു. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വഇൻ അഹദും മിനൽ മുശ്രിക്കീന ഇസ്താറക ഫഅജിറുഹു. നബിയെ, അവർ തങ്ങളോട് വന്ന് സംരക്ഷണം ചോദിച്ചാൽ ഫഅജിറുഹു, അവർക്ക് സംരക്ഷണം കൊടുക്കണം എന്നല്ലാതെ അവരൊക്കെ കൊന്നൊടുക്കണമെന്നല്ല. തുടർന്ന് ഖുർആൻ തന്നെ പറയേണ്ടത് ഓന് നല്ല അമ്നുള്ള സ്ഥലം, നിർഭയമായ സ്ഥലത്തേക്ക് അവരെ എത്തിച്ചു കൊടുക്കും വേണം. ഒരു ചെറുതും ഓൻ പടം പാടില്ല. ഇവനേറ്റും ഈ അമുസ്ലിങ്ങളേറ്റും യുദ്ധം ഇല്ല. വേറൊരു കൂട്ടർ മുആഹദ് എന്ന് പറയും. അവരിൽപ്പെട്ട നേതാക്കൾ നമ്മുടെ നേതാക്കളുമായി വന്ന് കരാറിൽ ഏർപ്പെടാം. നമ്മളെ ഇത്രയും പരിധിയിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് രണ്ടു കൂട്ടരും ഒരു കലവും കലാക്കുണ്ടാക്കാൻ പാടില്ല. നിങ്ങളെ മുഴുവൻ ആദരിച്ചുകൊണ്ട് ഞങ്ങളും, അതേപോലെ ഞങ്ങളെ ആദരിച്ചുകൊണ്ട് നിങ്ങളും നിലനിൽക്കണം. ഇതൊക്കെ പഴയക്കാലത്ത് തന്നെ ഇല്ലേ? ഒരു ജാഥ പോവുകയാണെങ്കിൽ അവര് നമ്മളെ പള്ളിന്റെ അടുത്ത് എത്താൻ സമയത്ത് നിർത്തും. അവര് പറയുന്നൊക്കെ നിർത്തും, മുദ്രാവാക്യങ്ങളൊക്കെ നിർത്തും. പള്ളി കഴിഞ്ഞിട്ടേ പിന്നെ തുടങ്ങും. നമ്മളെ ആളുകളും തന്നെ എന്തെങ്കിലും പരിപാടിയായിട്ട് പോകുമ്പോ അമ്പലത്തിനടുത്തെത്തുമ്പോ പിന്നെ നമ്മള് അവിടെ ഒന്നും മുഴുവൻ അതിന് പരിധി കഴിഞ്ഞിട്ടേ ചെയ്യും. ഇങ്ങനെ രണ്ടു കൂട്ടരും സൗഹൃദപരമായി പോയിരുന്നൊരു കാലം. ഈ കാലങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ചെറിയ ചെറുപ്പക്കാർക്ക് 20-25 വയസ്സുള്ളക്കാർ തരാന്നുണ്ട്.
ഒരു 50-60 വയസ്സായാലൊക്കെ അറിയുന്നത്. അപ്പൊ ഇങ്ങനത്തെ അന്തരീക്ഷമൊക്കെ ഇല്ലായ്മ ചെയ്ത് കുഴപ്പമുണ്ടാക്കി, നാട്ടിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കി ജനങ്ങളെ രംഗത്തിറക്കുകയാണ് ഇങ്ങനത്തെ വാദികൾ ചെയ്യുന്നത്. ജിഹാദിനെ പറ്റി പഠിക്കണം. ജിഹാദ് എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യത്ത് മുസ്ലിം ഭരണാധികാരിന്റെ കീഴിൽ നടക്കേണ്ട സംഗതികളാണ്. കണ്ടവരൊക്കെ ആയുധത്തിറങ്ങല്ല. അപ്പൊ നേരിട്ട് പറയാൻ ഇപ്പൊ സമയമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് കണ്ട് അവർക്കൊക്കെ സംസാരിക്കാൻ ഞാൻ നിങ്ങളെ എൻ്റെ സഹോദരങ്ങൾ സുഹൃത്തുക്കളോട് ആവശ്യപ്പെടുന്നു. നേരത്തെ ഉസ്താദ് ബോധ്യപ്പെടുത്തിയ പോലെ, ഓർമ്മപ്പെടുത്തിയ പോലെ നമ്മൾ കുഴപ്പം തന്നെ സംഘടന തന്നെ ആളുകളാകരുത്. അങ്ങനെ ഒരു ശീലം നമുക്കില്ല. നാം സമാധാനത്തിന്റെ ആളുകളാണ്. നല്ല ഉപദേശങ്ങൾ കൊടുത്ത് ജനങ്ങളിൽ പരിവർത്തനം ഉണ്ടാക്കാൻ, എത്ര തെറ്റുകളാണെങ്കിലും നന്നാക്കിയെടുക്കാൻ കഴിയുമെന്ന ഒരു സംശയവുമില്ല. നമ്മൾ നല്ലത് പ്രവർത്തിക്കുകയും ആ നന്മയിലേക്ക് ജനാൻ ക്ഷണിക്കുകയും വേണം. വാഴ്ന്ന ജനങ്ങളോട് പറയും നമ്മൾ ചെയ്യുന്നതൊക്കെ നേരെ മറിച്ചുവാണെങ്കിൽ പറ്റില്ല, അപ്പോൾ ഫലപ്പെടില്ല, ഉറപ്പ് തന്നെ. അതുകൊണ്ട് തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ നടക്കാണ്ടാവും. ഞാൻ ദീർഘിപ്പിച്ചൊന്നും പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ വിധത്തിലും ദീനിയായ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. ഇസ്ലാമിക ഭരണം നടന്ന രാജ്യത്ത് നമ്മൾ നോക്കൂ, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുത്തു. ഖിലാഫത്ത് ഇമാമത്ത് ഒക്കെ ചില വ്യത്യാസമുണ്ട്. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പറഞ്ഞു ഖിലാഫത്തു മിൻ ബഅദി 30 സന, എന്റെ കാലശേഷം ഖിലാഫത്തിന്റെ കാലഘട്ടം 30 കൊല്ലം. അപ്പൊ അങ്ങനെ പറയാൻ കാരണം ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ നടത്തിയ അതുപോലത്തെ ഭരണം, അതിൽ നിന്ന് യാതൊരു മാറ്റമില്ല. അതാണ് യഥാർത്ഥ ഖിലാഫത്ത്. അത് എന്റെ കാലശേഷം 30 കൊല്ലമാണെന്ന് റസൂൽ പറഞ്ഞു. മഹാന്മാരായാലും പറയുന്നത് 30 പറഞ്ഞത് 29 കൊല്ലം. അപ്പൊ ഏകദേശം 30 പറഞ്ഞു, 6 മാസത്തെ കുറവ്. അത് ഖുലഫാഉ റാഷിദീങ്ങൾ ഭരണകാലം. അവരെ ഭരണം ശരിയായ ഖിലാഫത്ത്, നബിതങ്ങൾ കാണിച്ചെന്ന ആ വഴി തന്നെ, അതിൽ നിന്ന് അണുകളോളം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റില്ല. അതാണ് ഖുലഫാഉ റാഷിദീങ്ങളുടെ 4 ആളുകളുടെ രചയിലെ ഒട്ടാകകാലം 29 കൊല്ലം 6 മാസം. ഇനി നബിതങ്ങൾ പറഞ്ഞത് 30 വർഷം എന്ന് പറഞ്ഞ് കണക്കാക്കി പറഞ്ഞാണെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു മരിച്ച ഒരു 6 മാസക്കാലം അതുകൂടി ഇങ്ങോട്ട് കൂട്ടിയിട്ടായിരിക്കാം. സുമ്മൽ മുൻകൂലി മാറാം. പിന്നെ ഈ 30 കൊല്ലത്തിന് ശേഷം രാജഭരണം, അതാണ്. അല്ലെങ്കിൽ ഇമാറത്തിന് പുറം അധികാരങ്ങൾ രാജാവിൽ കൂടെ അല്ലാതെ വരും. കൊന്നത്തെ പോലെ ലോകത്തുണ്ടാകാതെ ജനാധിപത്യമുണ്ട്. ജനങ്ങൾ തെരഞ്ഞെടുക്കണം വയ്ക്കുന്നതാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തപ്പോ എല്ലാ ആളുകളും വൈകി. ഒക്കെ നീണ്ട സംഭവങ്ങൾ ഞാൻ കിടക്കുന്നില്ല. ഉമർ ഫാറൂഖ് തങ്ങൾ ഖലീഫയായി വരുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം ഉമർ ഫാറൂഖ് ഭരിക്കണം. ഇതിനെ അഹ്ദ് എന്ന് പറയും. നേരത്തെ ഉള്ള ആള് അങ്ങനെ ജനമുമ്പേ ചെയ്ത. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായി. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായതോ ഉമർ റളിയല്ലാഹു അൻഹു 6 ആളുകൾ തെരഞ്ഞെടുത്തു. നിങ്ങൾ 6 ആൾ ചേർന്ന് ഒരു ഖലീഫനെ അതിൽ നിന്ന് തെരഞ്ഞെടുക്കണം. അപ്പൊ ആ 6 ആളുകളിൽ
അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ സംഘത്തിന്റെ ലീഡർ. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു നേതൃത്വം നടത്തിയ ചർച്ചയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുക്കാൻ അവർ നിശ്ചയിച്ചു. അങ്ങനെയാണ് അവർ ഖിലാഫത്തിലേക്ക് വരുന്നത്. ഇതൊന്നും കൂടാതെ നിലവിലുള്ള ഭരണാധികാരിയുടെ മേലിൽ പുറപ്പെട്ട് അവരെ പരാജയപ്പെടുത്തി, ഈ പരാജയപ്പെടുത്തിയവർ ഭരണം കൈയെടുത്തു. ഇതിൽ തവല്ലുബ് എന്ന് പറയും. ഇങ്ങനെയും ഭരണം വരുന്ന വഴിയുണ്ട്. ഈ വക സംഗതികളൊന്നും നമ്മുടെ ഇന്ത്യ രാജ്യത്തില്ല. ഇവിടുത്തെ സംഗതി നമുക്കൂടെ മുസ്ലിങ്ങളായി ജീവിക്കണം. അതിനുള്ള വഴികൾ, ആ വഴികളോട് അടഞ്ഞിട്ടുണ്ടോ? ഒന്നും അടഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾക്ക് അവരുടെ ഇസ്ലാം പറയുന്ന നിയമം അനുസരിച്ച് ജീവിക്കാൻ ഇവിടെ തടസ്സമല്ല. എവിടെയെങ്കിലും വല്ല രാജ്യത്ത് പ്രാദേശികമായി അവിടെ പള്ളി കലാപുണ്ടായി കലഹണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ അത് ഇന്ത്യൻ്റെ ഭരണത്തിൽ പെട്ടതല്ല. കാലികമായി എവിടെയെങ്കിലും ഉണ്ടായ പ്രശ്നമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചതിൽ മുസ്ലിങ്ങളുണ്ടാവും. അങ്ങനെയല്ലേ നമ്മളെ കാണുന്നത്? ഒരു സമാധാനപരമായ നിലപാട് നാം സ്വീകരിച്ചാൽ നമ്മുടെ മേൽ ആരും ചാടിക്കേറില്ല. അപ്പൊ നമ്മുടെ പ്രവർത്തനത്തിലും വാക്കിലും ഒക്കെ ആ നന്മ വേണം. ഇതില്ലാത്തതാണ് ഇന്ന് നടക്കുന്ന എല്ലാ കുഴപ്പങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇസ്ലാമികമായി നമ്മുടെ നാട്ടിലെ പോലെ വേറെ ഒരു രാജ്യത്തും ഇത് നടക്കുന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടതാണ്. മൊറോക്കോ രാജ്യങ്ങളിലും അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും സ്പെയിനിലും തുർക്കിയിലും ഈ സാധാരണ നമ്മൾ പോകുന്ന വിദേശ രാജ്യങ്ങളുടെ പുറമെ അതേപോലെ മലേഷ്യയിലും സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും ഒക്കെ വിനീതനായ ഞാനും പോയിട്ടുണ്ട്. അവിടെയൊക്കെ നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അവരുടെ പ്രവർത്തനം എവിടെയാണ്? അവർക്ക് ദീനിയായി പ്രവർത്തിക്കാൻ കഴിയുമല്ലോ. അവരുടെ ഭരണം ഇസ്ലാമിക് ഭരണമല്ലേ. എന്നിട്ട് നമ്മുടെ രാജ്യം പോലെ ഇവിടെ നടക്കുക വല്ല സംഗതിയും? നമ്മുടെ SYSും SSFും കേരള മുസ്ലിം ജമാഅത്തും നമ്മുടെ എല്ലാ മദ്രസകളും പള്ളികളും ഒക്കെ നിർമ്മിച്ചുള്ള SMന്റെ ഏതും പരിപാടി ഇതൊന്നും അവിടെ ഒന്നുമില്ല. അതൊന്നും ആർക്കും നടത്താൻ അവിടുത്തെ ഗവൺമെന്റ് അനുമതിയുമില്ല. ആ നാട്ടുകാർക്കില്ല, അല്ലാത്തവർക്കില്ല. ഭരണം നടത്തുന്നത് ഞങ്ങളില്ലേ, ഞങ്ങൾ വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്യില്ലേ. നിങ്ങൾ എന്തിനാ അവിടെ വന്ന് കുഴപ്പമുണ്ടാക്കണം? ഈ അവസ്ഥ ഇന്നുണ്ടോ? ഇവിടെ മോഡി തന്നെ ഭരിക്കണം. എന്നാലും നമ്മളെ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഞാൻ മോഡിയെ നന്നാക്കിയെന്ന് പറയരുത്. ഞാൻ പറഞ്ഞ ഇസ്ലാം ഇവിടെ ഒരു വിഷയത്തും തടസ്സം ഇല്ലാതെ ആരുടെ ഒരു കുഴപ്പം കൂടാതെ ഇസ്ലാമിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. ആ ഒരു നന്മ ഇല്ലായ്മ ചെയ്യുന്നതിലേക്ക് നമ്മുടെ ഒരു പ്രവർത്തനം എത്താൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. അല്ലാഹു തആല നല്ലത് ചെയ്ത് നല്ലതൊക്കെ പറഞ്ഞ് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിലൂടെ നമുക്കൊക്കെ സ്വർഗത്തിൽ സംഗമിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമോർക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.